ജോസൂട്ടി, നമുക്ക് നല്ല ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. അതെ, നമ്മുടെ ആഹാ റേഡിയോയുടെ സ്വന്തമായിട്ടുള്ള സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ലൈവും നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഹാ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ചെറിയൊരു പരിപാടി തുടങ്ങി അങ്ങ് പോവാം. അതെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഏതാണ് ടോപ്പിക് നമ്മളിന്ന് പോഡ്കാസ്റ്റ് എടുക്കാൻ പോകുന്നത്? ഇത് ചില ഈ പഴയ ചൊല്ലിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ മരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ മരണം എന്നൊരു ടോപ്പിക്കായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതെ, പക്ഷേ മരണത്തിന്റെ ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. ജോസൂട്ടിക്ക് അറിയാം, നമ്മുടെ ബ്രയാൻ തോംസൺ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിന്റെ സിഇഒ. ഈ കഴിഞ്ഞ ദിവസം അസാസിനേറ്റഡ് ആയ മിസ്റ്റർ ബ്രയാൻ തോംസൺ ആയിരുന്നു USA വെച്ച്. ആ ഒരു യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ സിഇഒ അദ്ദേഹത്തെ ലൂയിച്ചി എന്ന് പറയുന്ന ഒരു യുവാവ് വേഗത്തിൽ ഒരു വെടിയുയർത്തുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഡിനയൽ റേറ്റ് ഉള്ള, അതായത് 30% ഡിനയൽ റേറ്റ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനി ആയിട്ടാണ് യുണൈറ്റഡിനെ ഹെൽത്ത് ഗ്രൂപ്പ്. അതെ, അവരെ ആ വൺ ഓഫ് ദ ലിസ്റ്റിലാണ്. ഇപ്പോൾ നമ്മൾ അതിന്റെ അമേരിക്കയിലെ ഇൻഷുറൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഫസ്റ്റ് 10 വേഴ്സ്റ്റ് ഇൻഷുറൻസ് ഗ്രൂപ്പിനകത്ത് തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ, യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ്. 30% എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു വലിയൊരു ഡിനയൽ റേറ്റ് തന്നെയാണ്. പക്ഷേ ചേർന്ന് ഞാനിപ്പോൾ പറയുന്നത് ഇതിനകത്ത് ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ ഡിനയൽ റേറ്റ് പറയുമ്പോൾ തന്നെ നമ്മളോട് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. എന്തിനാണ് നമ്മളിപ്പോൾ നോർത്ത് അമേരിക്കയിൽ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് എന്ന് ഒരു സംഭവം നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പണ്ട് ആധാർ നിർബന്ധമാക്കിയ പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഈ നോർത്ത് അമേരിക്കയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര ഒരു മാൻഡേറ്ററി ആസ്പെക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പാഴ്ചെലവാണ്. ആരെങ്കിലും ഇൻഷുറൻസിന് കാശ് മുടക്കാന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കാശില്ലല്ലോ, പിന്നെ എങ്ങനെ ഇൻഷുറൻസിന് ഞാൻ പേയ്മെന്റ്. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം എന്നെ നാട്ടിലെ ഒരു വലിയൊരു ഇൻഷുറൻസ് കമ്പനി എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എന്നെ വിളിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഇതേ ഇൻഷുറൻസ് കമ്പനിയുടെ ബാങ്കിൽ പണ്ട് ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഞാൻ അപേക്ഷിക്കാൻ അപ്പോഴത്തെ അവരെന്നോട് പറഞ്ഞു, സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് സാറിന് ഇപ്പോൾ ഇൻഷുറൻസ് തരാൻ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ സാറിന് സിവിൽ സ്കോർ ഉണ്ടോ? ഇൻഷുറൻസ് എടുക്കാൻ മാത്രം സിവിൽ സ്കോർ ഉണ്ടോ? ഇല്ല സാർ, NRI സ്റ്റാറ്റസ് ആയതുകൊണ്ട് സാറിന് ഇൻഷുറൻസ് എന്താണെങ്കിലും കിട്ടും, സാർ എടുത്തേ പറ്റുള്ളൂ. വെള്ളമില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച വള്ളംകളി അതെ, ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് അതാണ് ഭയങ്കര ഐറോണിക്കായിട്ട് തോന്നി. കാരണം ഇപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഒരു NRIകളോട് വന്നപ്പോഴത്തേക്കും ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവമായിട്ട് അവരിപ്പോൾ സെല്ലിംഗ് പർപ്പസിലോട്ട് NRIസിനാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതെ, പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് അല്ല, എനിക്ക് നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം കാനഡയിലും USA നമുക്കൊരു എന്തെങ്കിലും ഒരു അർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ടൈമിൽ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് കവറേജ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസുകാരുടെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മോശമാണെന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയത് കാരണം ഞാനത് എടുത്തില്ല. അതെ, പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ സംഭവം മാറിപ്പോവാണ്. നമ്മൾ ഈ മരണം എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നപ്പോഴും ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കൊന്നയാൾ ഒരു കൊലപാതകമാണ് നടത്തിയത്. പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു സെലിബ്രേറ്റഡ് ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിയുടെ ആ 3 ബുള്ളറ്റ്സിൽ വെടിവെച്ച 3 ബുള്ളറ്റ്സിൽ ഡിലേ ഡിപ്പോസ് എന്ന് പറഞ്ഞ 3 വാക്കാണ് ഇൻഷുറൻസ് കമ്പനീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. ക്ലെയിംസ് ഡിനൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 ആസ്പെക്ട്സ് ആണ്. ഡിലേ ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ക്ലെയിം ഡിലേ ചെയ്യുക, പിന്നെ ഡിനൈ ചെയ്യുക, പിന്നെ ഡിപ്പോസ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ഇവിടെ നമ്മുടെ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ നോർത്ത് അമേരിക്കയിലാണെങ്കിലും നമുക്കൊരു ഇൻഷുറൻസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടുള്ളൊരു കെയറും പ്രൊട്ടക്ഷനും മാത്രമേ തരുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു വിശദീകരിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം തരും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ രോഗത്തിന് ചികിത്സിക്കാൻ ഇവിടെ നോർത്ത് അമേരിക്ക പറ്റുന്നത്. അതാണ് ഇൻഷുറൻസ് കമ്പനീസ് ഇവിടെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഡിലേ ഡിപ്പോസ് എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നത് പോലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പുള്ളി ചെയ്ത ഈ കൊലപാതകം എന്ന് പറയുന്ന കാര്യം വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കേണ്ട ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയാൽ ഒരു തെറ്റില്ല. ഒരു അശ്വമേധത്തിന്റെ എപ്പിസോഡിൽ സന്തോഷ് പണ്ഡിറ്റ് വന്നിരുന്നു പറയുന്നുണ്ട്, കംസനെ കൃഷ്ണൻ കൊന്നപ്പോൾ അത് കൃഷ്ണന്റെ വിജയമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ എവിടെ ന്യൂസിൽ വായിച്ചാണ് ഈ ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ശരിയല്ല, ഈ ഒരു യുവാവ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തിന് കേസ് നടത്താൻ വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഏതോ ഒരു വയോധിക ഏതൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പുള്ളിക്കാരത്തി നിന്നിട്ട് അകത്ത് പോയി. പുള്ളിക്കാരത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പുള്ളി ഹീറോ ആയി മാറിക്കൊണ്ട് അത് ഇദ്ദേഹം ഇതിനകത്ത് ഏറ്റവും എടുത്തു വരേണ്ട സംഭവം, ഈ അസാസിനേറ്റ് ചെയ്ത ഈ യുവാവ് ഇദ്ദേഹം ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു പോളിസി ഹോൾഡർ അല്ല, ഇതിന്റെ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലയന്റ് അല്ല. ഇയാൾ വളരെയേറെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഭയങ്കര വിദ്യാസമ്പന്നനായ കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഒരു വിദ്യാസമ്പന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇങ്ങനെയൊരു അസാസിനേഷന് മുതിർന്നത് തന്നെ. സോ നമ്മളത് കാണേണ്ട സംഭവം ഇതാരും ചെറിയ ഒരാൾ ചെയ്തതല്ല, വലിയ വിദ്യാഭ്യാസമുള്ള ഒരാൾ ചെയ്തതാണിത്. ഇപ്പോഴത്തെ ഈ കറന്റ് സിനാരിയോ കൊണ്ട് ജോസൂട്ടിക്ക് എന്താ തോന്നുന്നത്? അതായത് മരണമെന്ന് പറയുന്ന കാര്യം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ശരിയാണോ തെറ്റാണോ? മരണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു മരണം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. 2019 നവംബറിൽ ഞാൻ തമിഴ്നാട്ടിലുള്ള സമയമാണ്. 2019 നവംബറിൽ ഒരു സംഭവം ഉണ്ടായി. തെലങ്കാന ശംഷാബാദിൽ ഒരു വെറ്റിനറി ഡോക്ടറിനെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് അവർ കൊലപ്പെടുത്തി. ഒരു 4 പേര് ചേർന്ന് ജനങ്ങളിളകി പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിന് തന്നെ ഒരു കോട്ടം സംഭവിക്കാൻ തുടങ്ങി. പക്ഷേ 4 പേരെ അവർ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ തെളിവെടുപ്പിന് വേണ്ടി രാത്രിയിലാണ് കൊണ്ടുപോയി തുടങ്ങുന്നത്. രാത്രി പുലർച്ചെ 4 മണിക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവരെ ഇവരെ അങ്ങ് അസാസിനേറ്റ് ചെയ്തു കൊന്നു എന്നാണ് ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻകൗണ്ടറിൽ ചെയ്ത് അവർ കൊന്നു. പക്ഷെ ആ ഒരു മരണം ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. കാരണം ഞാൻ അത് ഒരു മാനുഫാക്ചറിംഗ് ഫേമിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തെലങ്കാന ത്രൂ വരേണ്ട ലോറികളൊന്നും വരുന്നു നോക്കുമ്പോൾ അവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ലഡു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ ആഘോഷിക്കപ്പെട്ട ഒരു മരണമായിരുന്നു. പക്ഷെ അതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ പിന്നെ റീസെന്റ് ആയിട്ട് കോടതി വിധി വന്നു, അതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു. അതെ പുറകോട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മരണങ്ങളുണ്ട്. ഇപ്പൊ വീരപ്പം മുതൽ സദ്ദാം ഹുസൈൻ വരെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോ സംസാരിച്ച് വരുമ്പോൾ അതിനൊരു മറ്റു വശമുണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷെ ഇത് നടക്കുന്ന സമയത്ത് ആഘോഷം ഒരു പാട്ടായിട്ട് നടക്കുന്നത്. ഈ ഒരു കാര്യത്തിലും ഈ ഒരു ഇമോഷൻസ് ഇപ്പൊ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തെ കൊല്ലേണ്ടിയിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ആ ഒരു ബ്രയൻ തോംസൺ എന്ന് പറയുന്ന CEO അതൊരു കോർപ്പറേറ്റ് ആണ്. ആ കോർപ്പറേറ്റിന്റെ ഒരു എംപ്ലോയി ആണ്. അദ്ദേഹം അല്ല ശരിക്കും പറഞ്ഞ ആ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോളിസിയാണ്, ആ കമ്പനിയുടെ പോളിസിയാണ്. പെട്രോൾ വില കുറയ്ക്കാൻ വേണ്ടി കേന്ദ്രത്തിനെ അറിയിക്കാൻ ട്രെയിൻ തടയുന്നു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അദ്ദേഹത്തിന്റെ ഒരു കൊലപാതകത്തിലൂടെ കൊടുത്ത ഒരു മെസ്സേജ്. ബിക്കോസ് അദ്ദേഹത്തിന് ഒരു ഫാമിലിയും ഉണ്ട്, 2 ആൺമക്കളുണ്ട്. അവരുടെയൊക്കെ ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. സോ അത് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു മരണം, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ശരിക്കും ഞാൻ കാണുന്നില്ല. മരണം എന്ന് പറയുന്നത് ഒരു രീതിയിലും ആഘോഷിക്കാൻ പാടില്ല. ആ ഒരു മരണത്തിൽ നിന്നുണ്ടായി വരുന്ന ഒരു ഹീറോ ഒരു ഹീറോ ആയിട്ട് എന്ന് തന്നെയാണല്ലേ ശരിക്കും അത് തന്നെയാണ്. പക്ഷെ എനിക്കും തോന്നുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനവികാരത്തിന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്തിരിപ്പം. പക്ഷെ ഇതിനകത്ത് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, ഒരു ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ കമ്പനിക്കെതിരെ പോവാതെ ആ കമ്പനി പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസി ശരിക്കും വായിച്ചു നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. ഇത് മാത്രമല്ല, എന്തൊരു സാധനത്തിനകത്താണെങ്കിലും നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഐ അഗ്രി. ഈ അബദ്ധം എനിക്കും പറ്റി. കാരണം അന്ന് വിളിച്ച ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് വേണ്ട, ഞാൻ വേറെ എടുക്കാന്ന് പറഞ്ഞു. അവരെന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് 8 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇരട്ടി കിട്ടും, നിങ്ങൾ ഇടുന്നതിൻ്റെ ഇരട്ടി കാശ് കിട്ടും. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അകത്ത് പ്രീമിയം അടച്ചു. പ്രീമിയം കിട്ടിക്കഴിഞ്ഞ് എൻ്റെ പോളിസിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇത് 7 വർഷത്തോളം അടയ്ക്കണം. ഞാൻ പറഞ്ഞു 7 വർഷം, നിങ്ങൾ ആദ്യം 4 വർഷം എന്നല്ലേ പറഞ്ഞു. അതേ സാറിൻ്റെ എമൗണ്ട് അത്രയും കൂടിയില്ലെങ്കിൽ ഇത് നിങ്ങൾ 7 വർഷം വരെ അടയ്ക്കേണ്ടി വരും. എന്നിട്ട് 8ാം വർഷം നിങ്ങൾക്കത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫണ്ട് എത്തിയില്ലെങ്കിൽ 10ാം വർഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോളിസിയിലത് ഉണ്ടായിരുന്നത് നിങ്ങൾ വായിച്ച് നോക്കിയില്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് നാട്ടിൽ അഡ്വർടൈസ്മെൻറ്റ് പറയുമല്ലോ ഇൻഷുറൻസിൻ്റെ പോളിസി വായിച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് റിസ്ക്, അത് ഞാൻ ഒന്നും കൂടി ഇരുത്തി വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തും കുറച്ചും കൂടെ ഒരു അവയർനെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തു, ഞാൻ എന്റെ ഇൻസ്റ്റാൾമെന്റ്സ് എല്ലാം അടച്ചു, എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ എന്റെ പൈസ നഷ്ടമല്ലെന്ന് ചോദിക്കുന്നത് അത് അവരോട് എന്നാ പറയും? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് ചെന്നാൽ അതൊരു മ്യൂച്വൽ ഫണ്ട് പ്ലസ് ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു പോളിസി ആയിട്ട് എടുക്കുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് റിട്ടേണും കിട്ടും. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കവറേജ് ഫണ്ട് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ആളുകൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ
ഇട്ടാ പൈസ പോകുന്ന എന്തോ പരിപാടിയാണ് രീതിയിൽ മാത്രമേ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ. ഒരു തവണയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ലൈക് പ്യുവർ വേസ്റ്റ് ഓഫ് മണി എന്നുള്ളത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സത്യമാണ്. സോ ഒരുപാട് നമ്മുടെ തോട്ട്സ് ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡിസ്കഷന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മരണം ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ട കാര്യമല്ല. അതെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചുള്ള തോട്ട്സ് ആണെങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. ബ്രയാൻ തോംസന്റെ മരണം കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ്. കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു നഷ്ടകാര്യമല്ല എന്നുള്ളതും ആളുകൾ മനസ്സിലാക്കണം. അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ പോഡ്കാസ്റ്റ് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് പോലെ നമ്മളിപ്പോൾ തുടങ്ങിയതാണ്. ചെറിയൊരു ഐശ്വര്യമുള്ള ഒരു സബ്ജക്ട് കിട്ടിയപ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റി, അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള പോഡ്കാസ്റ്റൊക്കെ നമുക്ക് ഇനിയും ജനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരാം. അതെ, നല്ല ഹെൽത്തി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കൊണ്ടുവരാം. കൂടുതൽ ഇൻഫർമേറ്റീവ് നമുക്ക് അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നമുക്ക് അടിയിൽ നമുക്ക് കമന്റ്സ് തരിക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൂടുതൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ബ്രയാൻ തോംസന് RIP പറഞ്ഞുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ലിസണിംഗ് ടു ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.